എത്രയോ അധികം കൃപകളും സൗഭാഗ്യങ്ങളുടെ സാധ്യതകളും നൽകിക്കൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടുത്തെ പരിപാലനയുടെ കരം നമ്മോടൊപ്പം എപ്പോഴുമുണ്ട്. അവിടുത്തെ പരിലാളനയുടെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്കനുഭവിക്കാനാകുന്നു. എല്ലാവിധത്തിലും കൃപകൾക്കുമേൽ കൃപകൾ നൽകിയിട്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. പ്രസിദ്ധ എഴുത്തുകാരനായ എക്ക്ഹാർട്ട് ടോളെ അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ദ പവർ ഓഫ് നൗ, ഇന്നിൻ്റെ ഇപ്പോഴത്തെ ശക്തി എന്ന ആ പുസ്തകത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് വളരെ ശ്രദ്ധേയമായ ഒരു കഥ വിവരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ സമീപം ഭിക്ഷയാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന യാത്രക്കാർക്കും നേരെ, അല്ലെങ്കിൽ ബസ്സിലേക്ക് കയറിപ്പോകുന്ന യാത്രക്കാർക്കു നേരെ ഈ മനുഷ്യൻ തൻ്റെ ഭിക്ഷാപാത്രം നീട്ടും. അങ്ങനെ അവർ ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്ന നാണയത്തുട്ടുകൾ സ്വീകരിച്ച് അയാൾ അങ്ങനെ 10-30 വർഷമായി ഈ ബസ് സ്റ്റാൻഡിന് സമീപം ഭിക്ഷയാചിച്ചു നിൽക്കുന്നു. ഒരു ദിവസം ഒരു യാത്രക്കാരൻ ബസ്സിൽ നിന്നിറങ്ങി പോകുന്ന വഴിക്ക് ഈ മനുഷ്യൻ പതിവ് പോലെ യാന്ത്രികമായി തൻ്റെ ഭിക്ഷാപാത്രം ഇയാളുടെ നേരെ നീട്ടി. അയാൾ, ഈ യാത്രക്കാരൻ, ഈ അപരിചിതൻ ഇയാളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കൈവശം നിങ്ങൾക്ക് നൽകുവാൻ നാണയത്തുട്ടുകളോ നോട്ടുകളോ ഒന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇരിക്കുന്ന ആ പെട്ടി അതിനകത്ത് എന്താണെന്ന് അറിയാമോ? അയാൾ പറഞ്ഞു, അതിനകത്തൊന്നുമില്ല, അതൊരു പഴയ പീഞ്ഞപ്പെട്ടി, ഞാൻ 10-30 വർഷമായി അതിൻ്റെ മുകളിൽ ഇരിക്കുന്നു. ആ പീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ ഒരു പഴയ ചാക്ക് മടക്കി അതും ഇട്ടിട്ടുണ്ട്. താങ്കൾ അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാമോ? അതിനകത്തൊന്നുമില്ല സർ, അത് ഈ മരച്ചുവട്ടിൽ വർഷങ്ങളായി അങ്ങനെ വച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ മുകളിൽ ഇരിക്കും. ആളുകൾ വരുമ്പോഴും പോകുമ്പോഴും ഞാൻ എഴുന്നേറ്റ് ഈ ഭിക്ഷപാത്രം അവരുടെ നേരെ നീട്ടും. അവർ തരുന്ന നാണയത്തുട്ടുകൾ സ്വീകരിച്ച് ഞാൻ ജീവിക്കുന്നു. എങ്കിലും ആ പെട്ടിയുടെ അകത്തൊന്ന് നോക്കുക. ഈ അപരിചിതൻ, ഈ യാത്രക്കാരൻ അയാളെ നിർബന്ധിച്ചു. ഇല്ല സാർ, അതിനകത്തൊന്നുമില്ല, അയാളുടെ മറുപടി. വീണ്ടും ഈ അപരിചിതൻ ഇയാളെ അല്പം നിഷ്കർഷതയോടെ, നിർബന്ധത്തോടുകൂടെ പറഞ്ഞു, താൻ ആ ചാക്കൊന്നെടുത്ത് മാറ്റി അതിനകത്ത് എന്താണെന്ന് നോക്കുക. മനസ്സില്ലാ മനസ്സോടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഭിക്ഷയാചിച്ച് നിൽക്കുന്ന ആ മനുഷ്യൻ ആ പഴയ ചാക്ക് എടുത്തു മാറ്റി. ആ പീഞ്ഞപ്പെട്ടിയുടെ മുകളിലുള്ള പലക എടുത്തു മാറ്റി അതിലേക്ക് നോക്കിയപ്പോൾ അയാളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല. അതിനുള്ളിൽ കുറേയധികം സ്വർണ്ണാഭരണങ്ങൾ. ഞാൻ ഈ കഴിഞ്ഞ 10-30 വർഷം ഈ വലിയ അനർഘമായ നിധിയുടെ മുകളിലാണല്ലോ ഇരുന്നിരുന്നത്. ഈ നിധി എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും ഓർക്കാതെ എക്ക്ഹാർട്ട് ടോളെ ഈ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൻ്റെ പ്രാരംഭത്തിൽ ഈ കഥ വിവരിച്ചുകൊണ്ട് വ്യക്തമാക്കുക, നാം ഓരോരുത്തരും ഇങ്ങനെ സൗഭാഗ്യങ്ങളുടെ അനർഘമായ നിധിയോടൊപ്പമാണ് ജീവിക്കുക. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇതുപോലെ അനന്തമായ സാധ്യതകളും കൃപകളും
നൽകിക്കൊണ്ടാണ്. അവിടുത്തെ പരിപാലന എന്നും നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അവിടുത്തെ സ്നേഹസാന്നിധ്യം നമുക്കെന്നും അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ആദ്യ അധ്യായത്തിൽ 27 മുതലുള്ള വാക്യം മനുഷ്യൻ്റെ സൃഷ്ടിയെപ്പറ്റിയാണ്. അതിൻ്റെ വിവരണം ഇപ്രകാരമാണ്: അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. അങ്ങനെ അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. 31-ാമത്തെ വാക്യം: താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. താൻ സൃഷ്ടിച്ചിട്ടുള്ളതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അങ്ങനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക. എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഏദൻ തോട്ടത്തിൽ അവന് താമസം ഒരുക്കുന്നു. ഒന്നിനും കുറവില്ലാതെ, അല്ലലും അലട്ടലുമില്ലാതെ ദൈവം അവരെ കാത്ത് പരിപാലിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലൂമൻ ജെൻസിയും ജനതകളുടെ പ്രകാശം എന്ന ആ പ്രമാണരേഖയിൽ മനുഷ്യ സൃഷ്ടിയെപ്പറ്റി പറയുക ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നാണ്. അതായത് സൃഷ്ടിയുടെ മകുടം. അതാണ് മനുഷ്യൻ. എല്ലാ സൃഷ്ടികളുടെയും കിരീടമാണ് മനുഷ്യൻ, നാം ഓരോരുത്തരും. അങ്ങനെ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ, ദൈവത്തിൻ്റെ കൃപകൾ എന്നും അനുഭവിക്കുവാനുള്ള സാധ്യതകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം സമ്മാനിച്ചിട്ടുള്ളത്. പക്ഷേ ആ കൃപകൾ അനുഭവിക്കുവാൻ ദൈവവുമായുള്ള ആ നിരന്തര ബന്ധം നാം കാത്തു സൂക്ഷിക്കണം. അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തോടുകൂടെ ജീവിക്കുവാനുമാകണം. ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ പഠിച്ച ഒരു പദ്യശകലം ഇപ്രകാരമാണ്: പരിശ്രമം ചെയ്യുകലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ എന്ന്. പരിശ്രമിച്ച് ജീവിതം ഈ സൗഭാഗ്യങ്ങളുടെ അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ ഉള്ള എല്ലാ സാധ്യതകളും നൽകിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിലേക്ക്, ഈ പാരിലേക്ക് അയച്ചത്. പരിശ്രമം ചെയ്യുകലെന്തിനേയും വശത്തിലാക്കുവാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. നമ്മുടെ ജീവിതം അധ്വാനിക്കുവാനുള്ളതാണ്. ഇപ്രകാരം പറയാറുണ്ട്: ബേർഡ്സ് ടു ഫ്ലൈ ആൻഡ് മാൻ ടു വർക്ക് എന്ന്. പറവകൾ പറക്കുവാനുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു വൃക്ഷക്കൊമ്പിൽ ഇങ്ങനെ പറക്കാതെ ചിറകുകൾ ഒതുക്കി വെച്ച് ഇരിക്കുവാനുള്ളതല്ല. ബേർഡ്സ് ഷുഡ് ഫ്ലൈ. പക്ഷികൾ പറക്കണം. അതേപോലെ തന്നെ മനുഷ്യൻ അധ്വാനിക്കണം. ത്യാഗത്തോടുകൂടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അധ്വാനിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാകണം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അത്തിവൃക്ഷത്തെ പറ്റിയുള്ള ഒരു ഉപമ വളരെ ശ്രദ്ധേയമാണ്. 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങളിൽ അവിടെ പറയുക ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പറ്റിയാണ്. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. മുന്തിരിത്തോട്ടത്തിലാണ് ഈ അത്തിവൃക്ഷം നട്ടപ്പെട്ടിരിക്കുന്നത്. അവിടെ എല്ലാ സാധ്യതകളുമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിന് ചുറ്റും വേലി കെട്ടും.
മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നും ഒന്നും ആക്രമണവുമില്ലാത്ത വിധത്തിൽ അങ്ങനെ സുരക്ഷിതമായ സാഹചര്യം, ആവശ്യത്തിന് വളവും വെള്ളവും ഈ മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിച്ചെടികൾ കിട്ടുന്നതോടൊപ്പം സ്വാഭാവികമായും അത്തിവൃക്ഷത്തിലും കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃഷിക്കാരുടെ നിരന്തര പരിചരണവുമുണ്ട്. എന്നാൽ ഇപ്രകാരമുള്ള ഈ ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ, ഈ സ്പെഷ്യലി ഫേവേർഡ് പൊസിഷൻ, അങ്ങനെ വളരെ അനുഗ്രഹീതമായ ഈ സാഹചര്യത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷമാണെങ്കിലും, ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷമാണെങ്കിലും അതിന് ഫലം നൽകുവാൻ സാധിക്കുന്നില്ല. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. പഴം ലഭിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത്തിവൃക്ഷം പഴം കൊടുക്കാതിരുന്നാൽ അത് വലിയ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. അതാണ് അടുത്ത വാക്യം. അപ്പോൾ അവൻ കൃഷിക്കാരോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. യൂസ്ലെസ്നെസ് ഇൻവൈറ്റ്സ് ഡിസാസ്റ്റർ എന്ന് പറയാറുണ്ട്. അതായത് ഫലം നൽകിയില്ലെങ്കിൽ അത് വലിയ ഒരു വിപത്തിലേക്ക്, ദുർഘടത്തിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ട്. അത്തിവൃക്ഷത്തിൻ്റെ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തീരുമാനമെടുത്ത് കൃഷിക്കാരോട് പറയുന്ന വാക്യം നമ്മുടെ വിചിന്തനത്തിന് പ്രത്യേകം എടുക്കണം. 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? ഒരുപക്ഷേ ഫലം തരാത്ത അത്തിവൃക്ഷങ്ങൾ, സമൂഹത്തിന്, കുടുംബങ്ങൾക്ക് ഫലം തരാത്ത, അവർ ആഗ്രഹിക്കുന്ന, ദൈവം പദ്ധതി ഒരുക്കിയിരിക്കുന്ന വിധത്തിൽ നാം ജീവിക്കാതാകുമ്പോൾ ഇതുപോലുള്ള ഒരു ദുർഘടം, ഒരു വിപത്ത് നമ്മെയും കാത്തു നിൽക്കുന്നുണ്ടാകും. കൃഷിക്കാർ അവനോട് പറഞ്ഞു, യജമാനനെ, 1 വർഷം കൂടെ അത് നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കാം. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പുതിയ വർഷം പോലും, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹമായി നൽകുന്ന ഓരോ മാസവും, ഓരോ ആഴ്ചയും, ഓരോ ദിവസവും ഇതുപോലെ നമുക്ക് ദൈവം അവിടുത്തെ ഉദാരതയുടെ അടയാളമായി നൽകുന്ന ഒരു 2ാം ഊഴമാണ്. എ സെക്കൻഡ് ചാൻസ്. ദൈവം നൽകുന്ന ഒരു സെക്കൻഡ് ചാൻസ്, ഒരു 2ാം ഊഴമാണ് ഈ അത്തിവൃക്ഷത്തിന് ലഭിച്ചിരിക്കുന്നത് പോലെ തന്നെ നമുക്കും ലഭിച്ചിരിക്കുന്നത്. ഇവിടെ അതേപോലെ തന്നെ ഒരു ലാസ്റ്റ് ചാൻസുമുണ്ട്. ഈ അവസരം ഞാൻ പാഴാക്കിയാൽ, ഈ സൗഭാഗ്യം ഞാൻ ഉപയോഗപ്പെടുത്താതിരുന്നാൽ, ഈ കൃപകൾ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്താതിരുന്നാൽ, ഇത് എൻ്റെ അന്ത്യ ഊഴമായി മാറുവാനും സാധ്യതയുണ്ട്. കാരണം യജമാനൻ പറയുക, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞേക്കുക. ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ അത്തിവൃക്ഷം എന്നേക്കുമായി വെട്ടി നീക്കപ്പെട്ടേക്കാം. അപ്പോൾ ഇതൊരു 2ാം ഊഴമാണ്. അതോടൊപ്പം തന്നെ അന്ത്യ ഊഴം, എ സെക്കൻഡ് ചാൻസ് ആൻഡ് എ ലാസ്റ്റ് ചാൻസ്. നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന വിധത്തിൽ ഫലങ്ങൾ, നന്മകൾ, കൃപകൾ നൽകുവാൻ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായും ജീവിതം തന്നെ സൗഭാഗ്യമായി മാറും. കുറച്ച് നാളുകൾക്ക് മുൻപ് കിം വു ചൂം എന്ന ഒരു കൊറിയൻ എഴുത്തുകാരൻ്റെ ഈ ഒരു പുസ്തകം വായിക്കുവാനിടയായി. എവറി സ്ട്രീറ്റ് ഈസ് പേവ്ഡ് വിത്ത് ഗോൾഡ് എന്ന്. ഓരോ പാതയും സ്വർണ്ണങ്ങൾ കൊണ്ട്, സ്വർണം പതിച്ചവയാണ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. ദ റോഡ് ടു റിയൽ സക്സസ്, യഥാർത്ഥമായ ജീവിത വിജയത്തിലേക്കുള്ള മാർഗം, പാത. അതിൻ്റെ ആമുഖം എഴുതിയിരിക്കുന്നത്
ലൂയിസ് ക്രാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഈ കിം വൂ ചൂങ്ങിൻ്റെ ജീവിതത്തെപ്പറ്റി പറയുക, ഈ മനുഷ്യൻ ഹീ സ്പെൻഡ്സ് ദ ഇയർ റോമിങ് ദ വേൾഡ് ടു സ്നിഫ് ഔട്ട് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അദ്ദേഹം ഒരു വർഷത്തിൻ്റെ പല മാസങ്ങളും പല സ്ഥലങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സാധ്യതകൾ വളരുവാൻ, പുരോഗമിക്കുവാൻ, വികസിപ്പിക്കുവാൻ വേണ്ടിയുള്ള സാധ്യതകൾ അന്വേഷിച്ച് ചിലവഴിക്കുകയാണെന്ന് അദ്ദേഹം എഴുതുന്നു. അതോടൊപ്പം തന്നെ ഈ മനുഷ്യൻ ചെയ്യുക, ഹീ കൺവേർട്സ് പ്രോബ്ലംസ് ഇൻറ്റു ഓപ്പർച്യൂണിറ്റീസ്. തൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളുമൊക്കെ സാധ്യതകളായി, ഓപ്പർച്യൂണിറ്റീസായി മാറ്റുകയാണ്. ഒരുപക്ഷെ നമ്മുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നിരാശയിലേക്ക് നയിക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അത് സാധ്യതകളായി, ഓപ്പർച്യൂണിറ്റീസായി മാറ്റുമ്പോൾ ജീവിതത്തിന് തന്നെ വലിയ ഒരു വ്യത്യാസം സംഭവിക്കും. അതാണ് കിം വൂ ചൂങ്ങിന് ആർജിക്കാനായതെന്ന് ഈ പ്രാരംഭത്തിൽ പറയുന്നു. അദ്ദേഹം തുടർന്ന് ഈ ആമുഖത്തിൽ പറയുക, ദ ജോയ് ഓഫ് ഡൂയിങ് വാട്ട് എവരി വൺ സെഡ് വാസ് ഇമ്പോസിബിൾ. അദ്ദേഹത്തിൻ്റെ സന്തോഷം ഇതായിരുന്നു. എല്ലാവരും ഇത് സാധിക്കില്ല, ഇത് അസാധ്യമാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുവാനും അത് പ്രാവർത്തികപഥത്തിൽ കൊണ്ടുവരുവാനും ഇദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പട്ടുമെത്തയിലുള്ള ഒരു ജീവിതമല്ല, അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച ഒരു മനുഷ്യനുമല്ല കിം വൂ ചൂങ്. അദ്ദേഹത്തിൻ്റെ എ ജനറേഷൻ ഓഫ് സാക്രിഫൈസ്, പ്രയാസങ്ങളും ത്യാഗവും നിറഞ്ഞ ഒരു തലമുറയുടെ അംഗമായിരുന്നു ഇദ്ദേഹം. ഹി വാസ് ബോൺ ഇൻ ടു എ കൺട്രി ടോൺ എപ്പാർട്ട് ബൈ ടെർമോയിൽ. പ്രശ്നജടിതമായ ഒരു സമൂഹത്തിലേക്കാണ്, ഒരു രാജ്യത്തിലേക്കാണ് അദ്ദേഹം ജനിച്ചത് എന്നും വ്യക്തമാക്കുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് കിം വൂ ചൂങ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹത്തിൽ വളരുന്നതുമെല്ലാം. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അദ്ദേഹം കണ്ടെത്തുക, എവറി സ്ട്രീറ്റ് ഈസ് പേവ്ഡ് വിത്ത് ഗോൾഡ്. എല്ലാ പാതകളും സ്വർണ്ണത്താൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സ്വർണം നിരത്തിയിട്ടുള്ളതാണെന്ന് പറയുക. അദ്ദേഹം പറയുന്നു, ഹിസ്റ്ററി ബിലോങ്സ് ടു ഡ്രീമേഴ്സ്. നാം സ്വപ്നം കാണണം, നല്ല നാളേക്ക് വേണ്ടി. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യണം, നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കണം. അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ വ്യക്തമാക്കുന്നു, ഐ വാസ് പുവർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ, ബട്ട് ഐ വാസ് നോട്ട് ദ ഓൺലി വൺ. ജസ്റ്റ് about everybody was poor at that time. മറ്റുള്ളവരെല്ലാവരും പാവങ്ങളായിരുന്നത് പോലെ തന്നെ, തന്നോടൊപ്പം പഠിച്ചിരുന്ന മറ്റ് വിദ്യാർത്ഥികളെ പോലെ തന്നെ ഞാനും ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു സാധു കുടുംബത്തിൽ. I did not have a single coin in my pocket, but I had dreams. എൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ നാണയത്തുട്ട് പോലും ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളുണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മുടെയും ജീവിതം വിജയപ്രദമാക്കിയെടുക്കുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ നല്ല നാളെപ്പറ്റി എന്നും സ്വപ്നം കണ്ടുകൊണ്ട്, പ്രതീക്ഷയോടുകൂടെ, കഠിനാധ്വാനത്തോടുകൂടെ മുന്നോട്ട് പോകണം. ജീവിത വിജയത്തിന് ഒരു 4D പ്രിൻസിപ്പിൾ പറയാറുണ്ട്. അതായത് ആദ്യത്തെ D, എ സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചയദാർഢ്യം വേണം. ഞാൻ അനുദിനം എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനുള്ള അനിശ്ചയദാർഢ്യം. എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഞാൻ തളരില്ല, തകരില്ല, നിരാശയിലേക്ക് എൻ്റെ ജീവൻ നിവദിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച്, എന്നെ പരിപാലിക്കുന്ന ആ നാഥൻ എന്നോടൊപ്പം എന്നും കൂടെ ഉണ്ടാകും, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, കൈവിടില്ല എന്നുള്ള ആ യഹോവയായ ദൈവത്തിൻ്റെ ഉറപ്പ് മനസ്സിലെന്നും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. കർത്താവ് നൽകുന്ന വലിയ കൃപയുടെ വലിയ കരുത്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എ സെൻസ്
ഓഫ് ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്ക്. രണ്ടാമത്തെ ഡി, എ സെൻസ് ഓഫ് ഡൈനമിസം. നമ്മുടെ ജീവിതത്തിൽ എന്നും ഡൈനമോ, ഒരു സൈക്കിളിൻ്റെ വീലിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഡൈനമോ എപ്പോഴും ചലിക്കുമ്പോഴാണ്, കറങ്ങുമ്പോഴാണ് സൈക്കിളിൻ്റെ മുൻവശത്ത് വെളിച്ചമുണ്ടാകുക, ലൈറ്റ് തെളിയുക. ഇതുപോലെ തന്നെ നമ്മുടെയും ജീവിതത്തിലെ സെൻസ് ഓഫ് ഡൈനമിസം, എപ്പോഴും മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു തീരുമാനത്തിൽ പോകുക. എപ്പോഴും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ ആകാതെ എന്നും മുന്നോട്ട് പോകുവാനുള്ള ആ ഒരു തീരുമാനവും, എ സെൻസ് ഓഫ് ഡൈനമിസം, എപ്പോഴും മുന്നോട്ട് ചലിക്കുവാനുള്ള ആ തീരുമാനം. മൂന്നാമതായി, എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു അർപ്പണബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം. ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. തങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ ശരണമായി, ആശ്വാസമായി, അനുഗ്രഹമായി കൂടെയുണ്ടെന്ന് ഉറപ്പുള്ള വ്യക്തികൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു സംശയവും വേണ്ട, ഒരു സന്ദേഹവും വേണ്ട. ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് പിന്നെ എന്തിന് ഞാൻ നിരാശപ്പെടണം? ദൈവം എന്നെ ശക്തനാക്കുന്നെങ്കിൽ ആ ശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരു എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ ഇൻ മൈ ലൈഫ്. നാലാമത്തെ ഡി, എ സെൻസ് ഓഫ് ഡിവോഷൻ. എൻ്റെ ജീവിതം നയിക്കുക ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനാകണം. അതേപോലെ തന്നെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളോടുള്ള ഒരു ഡിവോഷൻ, ഒരു ഉത്തരവാദിത്വ ബോധം, ദൗത്യം പൂർത്തീകരിക്കുവാനുള്ള ആ ഒരു തീരുമാനം. അതോടൊപ്പം തന്നെ എ സെൻസ് ഓഫ് ഡിവോഷൻ എന്നതുകൊണ്ട് എൻ്റെ കൂടെ താമസിക്കുന്നവരോട്, എൻ്റെ കുടുംബാംഗങ്ങളോടുള്ള ആ ഒരു ബഹുമാനം, ആദരവ്, അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ജീവിത സമർപ്പണം. അങ്ങനെയുള്ള ഈ 4D ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കുവാൻ സാധിക്കും. എ സെൻസ് ഓഫ് ഡിറ്റർമിനേഷൻ, എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ, എ സെൻസ് ഓഫ് ഡിവോഷൻ ആൻഡ് എ സെൻസ് ഓഫ് ഡെഡിക്കേഷൻ. ഇങ്ങനെ ഒരു ജീവിത തത്വം ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം എന്നും ശോഭനമാകും. സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷേ ആ സൗഭാഗ്യങ്ങൾ കണ്ണടച്ച് കാണാതെ പോകുവാനുള്ളതല്ല, കണ്ണു തുറന്ന് കഠിനാധ്വാനത്തോടുകൂടെ മുന്നോട്ട് പോകുവാനുള്ളത്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ ആ മഹത്വം അനുഭവിച്ചുകൊണ്ട്, ദൈവത്തിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ്. മനുഷ്യജീവിതത്തിൻ്റെ ആ മഹത്വത്തിലേക്ക് വളരുവാനാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതം വഴി മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷമാണ് നാം ഓരോരുത്തരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അവബോധം എന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ഫലദായകമാക്കാം. മറ്റുള്ളവർക്ക് സന്തോഷവും ആശ്വാസവും പകർന്നതാക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, കൃപകൾ നൽകിയാണ് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങയുടെ പരിപാലനയുടെ കരങ്ങൾ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നു. അങ്ങ് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ജീവിതയാത്രയിൽ സഹയാത്രികനായി കൂടെയുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ, നിശ്ചയദാർഢ്യത്തോടുകൂടെ, സ്ഥിരോത്സാഹത്തോടുകൂടെ, എല്ലാറ്റിലുപരിയായി അങ്ങയ്ക്ക് സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ സഹജീവികളോട് സ്നേഹം പങ്കിട്ടുകൊണ്ട് ഒരു നല്ല ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ. സമ്പന്നമായ സൗഭാഗ്യങ്ങൾ നിറഞ്ഞ, കൃപകൾ നിറഞ്ഞ ഈ ജീവിതം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. എന്നും സന്തോഷത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.